ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് റമ്മോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിതൊന്ന് നോക്കാമേ. ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി പക്ഷേ പാക്കറ്റിൽ ഇതാ വാങ്ങിച്ചത്. പക്ഷേ ഒരു കളറ് മാത്രമേ ഉള്ളൂ. ഞാൻ ചിന്തിച്ച് പല കളറ് കാണുമെന്ന്. പക്ഷേ ഇതിൽ പല കളറ് കാണിക്കുന്നുണ്ട്. കിട്ടിയാണോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറേ ഉള്ളായിരുന്നു. എന്നിട്ട് കുറച്ച് അരിയില്ലാത്ത ഉണക്ക മുന്തിരി. അപ്പം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും ഇങ്ങനെ നട്ട്സുകളൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് കുറച്ചേ ഉള്ളൂ. അത് ഈ ടോപ്പിൽ വെക്കാനായിട്ട് ഞാനത് മാറ്റി വെച്ചേക്കുക. ഇപ്പം ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ചേർക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം കൂടെ കുറച്ച് ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ ഒരു മെത്തേഡിലാണ് ഞാൻ ഇനി ചെയ്യുന്നത്. കടായി വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അലിഞ്ഞ് വരട്ടെ. ഇതിപ്പം അലിഞ്ഞ് വരുന്നുണ്ട്. ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ കളർ പോലെ വരുന്ന ഉടനെ നമുക്ക് പറയാൻ ബാക്കി എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ, തരുന്നതേ ഉള്ളേ. സാരി ഇപ്പം നന്നായിട്ട് മെൽറ്റായി, കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് സൂക്ഷിച്ചൊക്കെ ഒന്ന് കുറച്ചൊക്കെ വെക്കണേ. ഒത്തിരി ഒന്ന് കറുത്തു പോകരുത്. ഫോണിൽ ആരാന്ന് ഇനിയിപ്പോൾ ഞാൻ തീ ഒന്ന് ഓഫാക്കുക. കാരണം എൻ്റെ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. ഇനി അങ്ങോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ ഞാനിപ്പോൾ തീ അങ്ങ് ഓഫാക്കി. ഇപ്പം ഈ പാത്രം നല്ല ചൂടായതുകൊണ്ട് ആദ്യം ഇതിപ്പോൾ ഞാനൊരു ഇച്ചിരി ഇളം ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഡയറക്റ്റ് പച്ചവെള്ളത്തേക്കാൾ ഇളം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത്രയും പൊട്ടിത്തെറിക്കത്തില്ല. ആദ്യം ഒരു ഇച്ചിരി ഒഴിച്ചിട്ട് നിങ്ങളിങ്ങനെ മാറണേ. കാരണം അത്രയും ചൂടായിട്ട് പാത്രം ഇരിക്കുവാണെങ്കിൽ അത് അതുപോലെ പുക മുകളിലോട്ട് ഇങ്ങനെ മുഖത്തോട്ടൊക്കെ അടിക്കും. അതുകൊണ്ട് ഒരു ഇച്ചിരി ഒഴിച്ചിട്ട്, അതുകൊണ്ട് ഇളം ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കുക. ഒഴിച്ചിട്ടിങ്ങനെ മാറണേ. പിന്നെ കുറേശ്ശെ ഒഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ തീ ഓണാക്കാം. ഇതിലോട്ട് ഞാനിപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചത്. കാരണം അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് മുങ്ങിക്കിടക്കാൻ അത്രയും വെള്ളം മതി. ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് ഇട്ടിട്ട് അതൊന്ന് കുതിർന്ന് കിടക്കണം. അതേ രീതിയിൽ വെള്ളം വേണേ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ലെവലിലാക്കിയിട്ട് ഇത് ഇച്ചിരി നേരം ഒന്ന് നമുക്കിത് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 3/4 കപ്പ് പഞ്ചസാര. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചൊക്കെ ചേർക്കേ. ഇതിലേക്ക് നമുക്ക് നിങ്ങളുടെ പൊടിച്ച സാധനങ്ങളുണ്ടെങ്കിൽ അത് ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടിച്ചതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുറിച്ചങ്ങ് ഇതുപോലൊരു പട്ട, ഈ ഗ്രാമ്പു അധികം മൃഷയുള്ളതല്ല, അതുകൊണ്ടൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം ചുക്കുപൊടി. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാമേ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായി ഒന്ന് വെന്ത സോക്കായിട്ടുണ്ട്. ഇനി ഞാനങ്ങ് തീ ഓഫാക്കുക. ഇതിലേക്കൊരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒന്ന് അരിച്ചെടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ 3 ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ട എടുക്കരുത്. വെളിയിൽ വെച്ച് ആ തണുപ്പ് മാറിയതിന് ശേഷം എടുക്കണം. 3 മുട്ട പൊട്ടിച്ചൊഴിക്കാമേ. ഇതിലേക്കൊരു 3/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ആ മിക്സിയിൽ അടിച്ചത് ഞാനൊരു വേറൊരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിപ്പോൾ ഒരു തണുത്തിട്ടുണ്ട് കുറച്ച്, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മൈദ പൊടി ഉണ്ടല്ലേ, അതെല്ലാം കൂടെ കുറേശ്ശെ നമുക്കിട്ടൊന്ന് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടാതെ 2-3 തീരായിട്ട് ഇട്ട് കൊടുക്കേ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനൊരു പാത്രത്തിൽ, എൻ്റെ കയ്യിൽ കേക്ക് ടിന്നുണ്ട്. അപ്പം ഞാൻ അതിൽ ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരു പാത്രം എടുത്തിട്ട് ഇതിൽ നമുക്ക് ആദ്യം ഓയിലോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ബട്ടർ പേപ്പറിലും ഞാൻ ഇച്ചിരി എണ്ണ ഇങ്ങനെ ഓയിൽ തടവുന്നുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ ഇച്ചിരി കൂടുതലായിപ്പോൾ അതിൽ ഞാൻ ഇതിലോട്ടൊന്നാക്കിയിട്ട് ബ്രഷും കൊണ്ട് ഇതിൻ്റെ അകത്തെല്ലാം ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ചു. പക്ഷേ തന്നെ ഞാൻ ഒഴിക്കാൻ നോക്കുകയാണെങ്കിൽ ആ ബട്ടർ പേപ്പർ ഒന്ന് മറിയാൻ ഒന്ന് ഇങ്ങനെ ഫോൾഡായി. പിന്നെ ഞാൻ കൊച്ചനെ വിളിച്ചിട്ട് അവനോട് ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്കിത് ഒഴിക്കാൻ പറ്റിയത്. ഞാനിതിൽ ഒഴിച്ചിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത്, പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ചണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ഒന്ന് ഈന്തപ്പഴമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലൊരു കടായി വെച്ചിട്ടുണ്ട്. ആ കടായി ആദ്യം ഒന്ന് നമുക്ക് നന്നായി ചൂടാക്കി വെക്കണം. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായി പാത്രം വെച്ചത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു നമ്മുടെ ലിഡിൻ്റെ അവിടെ ഒരു ഹോളുണ്ട്. അത് ഞാനൊരു പേപ്പറും കൊണ്ടൊന്ന് അടച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റോളം വെച്ചു. നിങ്ങളിപ്പം പാത്രത്തിൻ്റെ ചൂടനുസരിച്ചും വ്യത്യാസം വരും ടൈമിൽ. ഞാൻ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ടോട്ടൽ 45 മിനിറ്റായി ഒന്ന് കുത്തി നോക്കിയോണ്ടേ അത് ഒട്ടും ലിക്വിഡില്ല, നന്നായി വെന്തിട്ടുണ്ട്. ഞാനത് അതുപോലെ തീ ഓഫാക്കിയിട്ട് അടച്ചങ്ങനെ അതിൽ തന്നെ കുറച്ച് നേരം വെച്ചിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനെടുത്തത് വെളിയിൽ വെച്ച് ഇപ്പോൾ ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം നല്ലതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തീയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ, ചിലരുടെ ഗ്യാസ് ഏറ്റവും തീ കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂട് ആണെങ്കിൽ ഏറ്റവും കുറച്ച് തന്നെ വെക്കുക. പിന്നെ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് നോക്കണേ. അഥവാ ലിക്വിഡായിട്ട് അങ്ങ് ഇരിക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നോക്കണം. 20 മിനിറ്റിന് മുമ്പിട്ടൊന്നും തുറന്ന് നോക്കല്ലേ. അങ്ങനെയാണെങ്കിൽ കേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മളത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതങ്ങ് ഫ്ലാറ്റായിപ്പോവും. അതുകൊണ്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണേ. പിന്നെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ കുക്കറിലാവുമ്പോഴും ടൈമിൽ വ്യത്യാസം വരും. കുക്കറിലൊക്കെ ആകുമ്പം ചൂട് നന്നായിട്ട് നിന്നിട്ട് ഇത്രയും സമയം വേണ്ടി വരത്തില്ല. അപ്പം ഞാനിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി, കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.